മാർച്ചിൽ തീർച്ചയുള്ള നേർച്ച. മലപ്പുറം വലിയങ്ങാടിയിലെ തട്ടാൻപെട്ടി വരവ്. മലപ്പുറം ശുഹദാക്കളുടെ ഓർമ്മ നിലനിർത്തുന്നതിന്റെ ഭാഗമായി കിഴക്കേത്തല അങ്ങാടി തലക്കൽ തട്ടാൻ കുടുംബം സംഘടിപ്പിച്ചു വരുന്ന പെട്ടിവരവ് കഴിഞ്ഞ ദിവസം നടന്നു. തട്ടാൻ കുഞ്ഞേലുവിന്റെ ബന്ധുക്കളും നാട്ടുകാരും പങ്കെടുത്ത പെട്ടിവരവിന് വലിയങ്ങാടിയിലെ പൗരപ്രമുഖർ നേതൃത്വം നൽകി. മലപ്പുറം പ്രദേശത്ത് ജീവിച്ചിരുന്ന തട്ടാൻ കുടുംബത്തിലെ അംഗമായിരുന്നു കുഞ്ഞേലു. വരക്കൽ നമ്പിക്കെതിരെ പടപൊരുതാൻ തന്റെ കൂട്ടുകാരായ മുസ്ലിം യുവാക്കൾ സംഘടിക്കുന്നു എന്നറിഞ്ഞ കുഞ്ഞേലു ന്യായം തന്റെ കൂട്ടുകാർക്കൊപ്പമാണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്കൊപ്പം ചേർന്നു. കുഞ്ഞേലു അടക്കമുള്ള 44 യുവാക്കൾ നമ്പിയുടെ സൈന്യത്തോട് പോരാടി വീരചരമം പ്രാപിച്ചു. നാടിനെയും സമുദായത്തെയും സംരക്ഷിക്കാൻ വീരചരമം പ്രാപിച്ച ആ യുവാക്കളെ മലപ്പുറം വലിയങ്ങാടി പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് കബറടക്കുകയും ചെയ്തു. ഒരു നാടിനും തന്റേതല്ലാത്ത ഒരു സമുദായത്തിനും വേണ്ടി ജീവൻ ബലികഴിച്ച ഒരു രക്തസാക്ഷി എന്നതിനപ്പുറത്ത് ഒരു നാടിന്റെ തന്നെ മതമൈത്രിയുടെ പ്രതീകമാണ് കുഞ്ഞേലു. ഇന്ന് മുസ്ലിം ഖബർസ്ഥാനിൽ അടക്കിയ തട്ടാൻ കുഞ്ഞേലുവിന്റെ അനുസ്മരണം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും മുറതെറ്റാതെ നടത്തിവരികയാണ് തട്ടാൻ കുടുംബത്തെ പിൻതലമുറക്കാർ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലപ്പുറം ശുഹദാക്കളുടെ ഓർമ്മയ്ക്കായി വർഷം തോറും അങ്ങാടിത്തലക്കൽ തറവാട്ടിൽ ഞങ്ങൾ ആ ശുഹദാക്കളുടെ ഓർമ്മയ്ക്കായി വർഷം തോറും ഞങ്ങളുടെ ഒരു എന്താ പറയുക നേർച്ച എന്ന രൂപത്തിൽ അതിൻ്റെ ഒരു യഥാർത്ഥ അർത്ഥത്തിലല്ലെങ്കിലും ഒരു സാമ്പിളായ നേർച്ച എന്നുള്ള ആഘോഷിക്കാറുണ്ട് എല്ലാ വർഷവും. അതോടനുബന്ധിച്ച് ഈ വർഷവും ഞങ്ങൾ പതിവ് പോലെ അതൊരു ചടങ്ങായി കൊണ്ടാടുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം, ഈ കാലത്ത് നേർച്ചകൾക്കൊക്കെ പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഇതൊരു കാലത്ത് നമ്മുടെ ഏറ്റവും മലപ്പുറത്തെ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു മലപ്പുറം നേർച്ച എന്നുള്ളത്. ഇന്ന് അതൊക്കെ ഏകദേശം അന്യം നിന്നു എങ്കിൽ പോലും ഞങ്ങളുടെ തറവാടിൻ്റെ ഞങ്ങളൊരു അംഗം ഈ ശുഹദാക്കളുടെ മെമ്പർ 44ാമത്തെ ഒരാളായി ഞങ്ങളുടെ തറവാട്ടിൽപ്പെട്ട ഒരു അംഗം ഷഹീദായിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ ചെറിയ രീതിയിലെങ്കിലും ഞങ്ങളിവിടെ കൊണ്ടാടാറുണ്ട്. അതിന് ഈ നാട്ടിലെ ഈ പ്രദേശത്തെ നല്ലവരായ എല്ലാ ജനങ്ങളും ജാതി മത ഭേദമില്ലാതെ ഞങ്ങളോട് സഹകരിക്കാറുണ്ട്. ഇവിടുത്തെ ഈ പള്ളി കമ്മിറ്റി അംഗങ്ങളും അതുപോലത്തെ ഈ പള്ളിയുടെ തങ്ങന്മാരും ഈ പള്ളിയുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വളരെ നല്ല രീതിയിലാണ് ഞങ്ങളോട് സഹകരിക്കാറ്. ഞങ്ങൾ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഈ കാലഘട്ടം എത്ര കാലം ഇത് കൊണ്ടാടുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളുടെയൊക്കെ ഈ തലമുറ ഉള്ളിടത്തോളം കാലം ഈ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായത് ഞങ്ങൾ കൊണ്ടാടും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാ വർഷവും മാർച്ച് മാസം അവസാന ദിവസമാണ് അവർ അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദിവസം ഏതാണെന്ന് തീരുമാനിച്ചാൽ അവർ വലിയങ്ങാടി പള്ളിയിലെ ഖാസിയുമായി ബന്ധപ്പെടുകയും തങ്ങളുടെ വരവിന്റെ ദിവസം അറിയിക്കുകയും ചെയ്യും. പള്ളിയിൽ അതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിന് പുറമെ ആ ദിവസം പള്ളിയിലെ പുരോഹിതന്മാരായ 2-3 പേർ മലപ്പുറം വലിയങ്ങാടി പള്ളിയിലെ കാരണവന്മാരോടൊപ്പം തട്ടാൻ കുഞ്ഞേലുവിന്റെ തറവാട്ടിലേക്ക് വരികയും അവിടെ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നു. തുടർന്ന് തറവാട്ടിലെ അംഗങ്ങളും നാട്ടുകാരും പള്ളി പ്രമാണിമാരെല്ലാവരും കൂടി പലഹാരങ്ങളുമായി കുഞ്ഞേലുവിന്റെ ഖബർസ്ഥാനിലേക്ക് യാത്ര പുറപ്പെടുന്നു. പണ്ടുകാലത്ത് മലപ്പുറം ആണ്ട് നേർച്ചയുണ്ടായിരുന്ന സമയത്ത് വാദ്യമേളങ്ങളോടുകൂടി അത്യാഡംബരപൂർവ്വം കൂടെ ആഘോഷമായിട്ടായിരുന്നു ഈ വരവ് നടത്തിയിരുന്നത്. എന്നാൽ മലപ്പുറം ആണ്ട് നേർച്ച അവസാനിച്ചതോടെ ഇപ്പോൾ ആഡംബരങ്ങൾ ഒന്നുമില്ലാതെയാണ് ഈ ചടങ്ങ് നടത്തുന്നത്. 350 വർഷം മുമ്പ് മലപ്പുറത്ത് നടന്ന ഒരു ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായി 44 പേർ രക്തസാക്ഷികളായി ശുഹദാക്കളായി അതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ 44 പേരിൽ തട്ടാൻ കുടുംബാംഗമായ കുഞ്ഞേലുവിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ മലപ്പുറത്തിൻ്റെ മതേതര പാരമ്പര്യം വിളിച്ചോതുന്നതിൻ്റെയും ഭാഗമായിട്ട് കൂടിയാണ് അങ്ങാടിത്തലക്കൽ തട്ടാൻ കുടുംബാംഗങ്ങൾ ഇതുപോലെ എല്ലാ വർഷവും അവർ തയ്യാറാക്കിയ മധുര പലഹാരങ്ങളുമായി ഈ ശുഹദ യാറത്തിൽ വന്ന് പ്രത്യേക പ്രാർത്ഥന നടത്തുന്ന ഈ നേർച്ച അത് മലപ്പുറത്തിൻ്റെ മതസൗഹാർദ്ദം വിളിച്ചോതുന്നു. അതോടൊപ്പം മലപ്പുറത്തെ ശുഹദാക്കളുടെ ഓർമ്മ എക്കാലവും നിലനിർത്തുന്നു എന്നതുകൂടിയാണ് ഇതിന്റെ സന്ദേശം. കുഞ്ഞേലുവിനെയും പടയാളികളെയും അടക്കം ചെയ്തിരിക്കുന്ന യാറമെന്ന് അറിയപ്പെടുന്ന ഖബർസ്ഥാൻ വരെ നീളുന്ന യാത്ര അവിടെ നടക്കുന്ന പ്രാർത്ഥനകളോടെയാണ് അവസാനിക്കുന്നത്.
القرآن العظيم وأثبنا على ذلك بمحض فضلك الكريم في دار جناتك النعيم. തുടർന്ന് കൊണ്ടുവന്ന പലഹാരങ്ങൾ തട്ടാൻ കുടുംബങ്ങൾ അവിടെയുള്ളവർക്കും പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും വിതരണം ചെയ്യുന്നതോടെ അനുസ്മരണ ചടങ്ങുകൾ പൂർണ്ണമാകുന്നു.